ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് ഒരു ഇടവകയിലെ കുടുംബ യൂണിറ്റുകളുടെ വാർഷികത്തിന് മാതൃകാ ദമ്പതികളെന്ന നിലയിൽ അക്കാലത്ത് അറിയപ്പെട്ടിരുന്ന താരദമ്പതികളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ ഒന്നിച്ച് തീരുമാനിച്ചു. അവർ വികാരിയച്ഛൻ്റെ അടുത്ത് സമ്മതത്തിന് വേണ്ടിയിട്ട് ചെന്നപ്പോൾ വികാരിയച്ഛന് കേട്ടപാടെ അതിനെ നഖശികാന്തം എതിർത്തു. പിന്നീട് ആ താരദമ്പതികൾ വേർപിരിയുകയും മാതൃകാ ദമ്പതികൾ എന്ന ലേബല് മാറി ഒട്ടും മാതൃകയല്ലാത്ത ദമ്പതികളെന്ന അവസ്ഥയിലേക്ക് മാറുകയും ചെയ്തു. ഞാനിപ്പോഴിത് പറയാനായിട്ട് കാരണം, ഈ ദിവസങ്ങളിൽ കുടുംബ ജീവിതക്കാർക്ക് ഉപദേശങ്ങളും കുറുക്കുവഴികളുമൊക്കെ പറഞ്ഞ് തന്നുകൊണ്ടിരുന്ന രണ്ടുപേരുടെ ജീവിതത്തിൽ വിള്ളൽ ഉണ്ടായതിൻ്റെ വാർത്ത കേട്ടതിൻ്റെ വെളിച്ചത്തിലാണ്. തീർച്ചയായിട്ടും കുടുംബ ജീവിതത്തിൽ കുറുക്കുവഴികൾ പറഞ്ഞു തരാനായിട്ട് ഒരുപാട് പേര് കടന്നു വരുമ്പോൾ പെട്ടെന്ന് ഇത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ് എന്ന രീതിയിൽ നാളെ തന്നെ ശരിയാക്കാം, ഇപ്പോൾ ശരിയാക്കാം എന്ന രീതിയിൽ എടുത്തു ചാടുന്നത് കാണുമ്പോൾ പലപ്പോഴും വലിയ വിഷമം തോന്നാറുണ്ട്. കാരണം ഓരോ ദിവസവും ജയിക്കേണ്ട ഒരു യുദ്ധമാണ് കുടുംബജീവിതം എന്നത് പുറത്തുനിന്ന് നോക്കിക്കാണുന്ന, മറ്റുള്ളവരുടെ ജീവിതങ്ങളെ നോക്കിക്കാണുന്ന ആർക്കും അറിയാവുന്ന കാര്യമാണ്. ഓരോ ദിവസവും ഓരോ വ്യക്തിയുടെ മനോഭാവങ്ങളും ചിന്താഗതികളും കാഴ്ചപ്പാടുകളും എല്ലാം വ്യത്യസ്തമായിക്കൊണ്ടിരിക്കുകയാണ്. അത് 2 പേർ അല്ലെങ്കിൽ അതിലധികം പേർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു കുടുംബത്തിലാകുമ്പോൾ അത് എത്രമാത്രം സങ്കീർണമാണ് എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ എളുപ്പവഴികൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് കുടുംബജീവിതം നയിക്കാത്ത പുരോഹിതരോ സന്യസ്തരോ ഇനി ജീവിക്കുന്നവരാണെങ്കിൽ പോലും പുറത്തുനിന്ന് ഇടപെടുമ്പോൾ വളരെ എളുപ്പമെന്ന് നമുക്ക് തോന്നാമെങ്കിലും കുറുക്കുവഴികൾ കൊണ്ടൊന്നും കുടുംബജീവിതം മുന്നോട്ട് പോവുകയില്ല എന്ന് എല്ലാവർക്കും അറിയാം. അവനവൻ്റെ ജീവിതത്തെ വിലയിരുത്താൻ ചില മാർഗരേഖകളും ചില സഹായങ്ങളുമൊക്കെ ലഭിക്കുമെങ്കിലും സ്വന്തം ജീവിത പങ്കാളിയോട് ചേർന്ന പൊരുത്തപ്പെടുന്ന രീതിയിലാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഓരോരുത്തരും കണ്ടെത്തേണ്ട കാര്യമാണ്. അത് ഓരോ വ്യക്തിക്കും വ്യത്യസ്തമാണ്. ആ നിയോഗത്തെയാണ് ഓരോരുത്തരും തിരിച്ചറിയേണ്ടത്. കുറുക്കുവഴികൾ കുടുംബജീവിതത്തിൽ ഇല്ല